Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞിരുന്നോ? prayer കഴിഞ്ഞിരുന്നോ? Start ചെയ്യാം. Okay, please. Yes. Ready അല്ലേ ആരും prayer ചെയ്യാൻ? അരുലേ. ഞാൻ പറയാം മിസ്. നമ്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു? റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, അത് കഴിഞ്ഞിരുന്നോ? സ്റ്റോറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? സ്റ്റോറി കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിട്ടില്ല. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റോറിയുടെ എല്ലാം മാം പറഞ്ഞായിരുന്നു, പക്ഷെ മാം എഴുതിയത് വായിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. എവിടെ വരെയാ പറഞ്ഞേ? എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഇത് ഫുള്ളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെയോ? എന്നിട്ട് മാം എഴുതിയത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാ പറഞ്ഞത്. സ്റ്റോറി സോങ് വരെയും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? സ്റ്റോറി സോങ് വരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു മിസ്, പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്. അതാണ് ഈ സ്റ്റോറി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്തെടുക്കാം. കാരണം ഇത് ഓൾറെഡി ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ ചെയ്തത് അൺനോൺ റേ എന്ന് പറഞ്ഞ് എക്സ്റേ കണ്ടുപിടിച്ചില്ലേ ഡോക്ടർ റോൺചൻ, അതായിരുന്നു കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ലെസൺ ആയിരുന്നു. ഞാനത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ലാബില് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു റേ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, അതിന്റെ പ്രത്യേകതകൾ അദ്ദേഹം കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് സ്റ്റോറി ആയിട്ട് എഴുതി. അതൊന്ന് വരപ്പിച്ചു, കുട്ടികളെ കൊണ്ട് എന്നെ വരപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ആയിട്ടൊരു പിക്കും കൂടെ ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്യും.
ആണ് ഞാൻ സയന്റിഫിക് നോളജിൽ എഴുതിയത്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ അത് എഴുതിയത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചായിരുന്നു. അതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റ് ഒരു തുള്ളി വെള്ളമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഒരു കഥ പോലെ ഉണ്ടായിരുന്നു. അംബേദ്കറിന്റെ കുട്ടിക്കാലത്തെ ഒരു കഥയായിരുന്നു, വൺ ഡ്രോപ്പ് വാട്ടർ എന്നും പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ BR അംബേദ്കർ ഒരു സാധാരണ ഒരു ജാതിയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ വളരെ ഇതായിട്ട് നിന്നത് സമയമായിരുന്നു. അപ്പൊ കുട്ടിയായ അംബേദ്കർ രാവിലെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയാണ് കഴിച്ചത്. അങ്ങനെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനൊക്കെ ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പൊ അടുത്ത കണ്ടൊരു കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാനായിട്ട് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും ഭയങ്കരമായ ശബ്ദം കേട്ടു. നോക്കുമ്പോ അവിടുത്തെ നാട്ടുകാര് കുറെ വടി ഇതൊക്കെയായിട്ട് കുട്ടിയെ തല്ലാനായിട്ട് വരുന്നു. അത് കണ്ടിട്ട് ഇത് പേടിച്ച് ഒരു ഭാഗത്ത് പോയിരുന്നു. വല്ലാത്ത വിഷമം തോന്നി. കാരണം അത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പൊ ഈ കുട്ടി അതിൽ തൊട്ടു, അത് അശുദ്ധമാക്കി എന്ന് പറഞ്ഞാണ് അവര് കുട്ടിയെ തല്ലാനായിട്ട് വന്നത്. അത് ഈ കുട്ടി മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കി. അങ്ങനെ ആ കുട്ടി എന്ന് പറയുവാണ്, ഞാനിത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് വിൽ ചേഞ്ച് ഇറ്റ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് കുട്ടി വളരെ ധൈര്യത്തോടു കൂടി മനസ്സിന് ശപഥം പോലെ എടുക്കുന്നതാണ്. അങ്ങനെ he who fought for the development of poor people, and when India got independent, he made the Indian Constitution. That is Dr. Bhimrao Ramji Ambedkar, BR Ambedkar. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇത് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ട് അങ്ങനെ ഒരു കഥയാണ് എഴുതിയിരുന്നത്. ഒരു കാട്ടില് ഒരു കാക്കയും അതുപോലെ തന്നെ ഒരു തീർ മാനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കാക്ക ഒരു മരത്തിലൊരു നെസ്റ്റ് ഉണ്ടാക്കി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ ഡിയർ അവിടെ ബുഷില് കുറ്റിക്കാട്ടില് അങ്ങനെ താമസിച്ചു. അവരെപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഒരുമിച്ച് വരും. എന്നിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും ഒരുമിച്ച്. ഒരു ദിവസം ഇവരിങ്ങനെ ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ആ ഷേഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുകളിൽ നിന്നും ഒരു ചെറിയ പാമ്പ് താഴേക്ക് വീണു, കുട്ടിപ്പാമ്പ്. അതൊരു ഈഗിളിന്റെ ഈഗിൾ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോവായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വീണതാണ്. പക്ഷെ ആ സ്നേക്ക് ഭയങ്കരമായിട്ട് ബാഡ്ലി വൂണ്ടഡ് ആയിരുന്നു. നല്ലപോലെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് എഴയാൻ പോലും പറ്റുന്നില്ല, ചോര ഒലിക്കുമായിരുന്നു, നല്ല പെയിനും ഉണ്ടായിരുന്നു. അപ്പം ഈ ഡീറിനും ക്രോയ്ക്കും അതിനോടൊരു പാവം തോന്നി. അങ്ങനെ അവര് വേഗം തന്നെ സ്നേക്കിനെ ടേക്ക് കെയർ ചെയ്തു. അതിന് കുറച്ച് ഭക്ഷണം കൊടുത്തു. ഡീറ് കുട്ടിക്കാട്ടിലേക്ക് ബുഷിലേക്ക് ഓടിപ്പോയിട്ട് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സുമായിട്ട് വന്നു. അവർ രണ്ടുപേരും കൂടെ ആ പാമ്പിന്റെ മുറിവൊക്കെ വച്ച് കെട്ടി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ വൂണ്ടെല്ലാം ഉണങ്ങി നല്ലപോലെ ക്യൂറായി. ക്രോനെയും ഡിയറിനോടും താങ്ക് യു പറഞ്ഞു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് വേറെ ഫ്രണ്ട്സും ആരുമില്ല, ഒറ്റയ്ക്കാണ്. അപ്പൊ അങ്ങനെ ക്രോയ്ക്കും ഡിയറും വളരെ സന്തോഷമായി. അങ്ങനെ ആ ദിവസം മുഴുവൻ തുടങ്ങി അവര് ഒരുമിച്ച് ജീവിക്കാൻ ആ പിക്ചർ ഒന്ന് വരച്ചു. അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ് എന്നുള്ളത് ചെയ്തത്. എനി അതർ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സ്റ്റോറി ചെയ്യാം. ഞാൻ കുട്ടികളുടെ EVSന്റെ ബുക്കില് ഈ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചൊരു ലെസൺ ഉണ്ടായിരുന്നു. അതിൽ നല്ല പിക്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് പിക്ചേഴ്സ് ഹാർവെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ലെസൺ ആയിരുന്നു. അവരുടെ സോഷ്യലും മറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അത് പിക്ചർ ഞാൻ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. ആയിരുന്നു ഇങ്ങനെ ഗോതമ്പ് പാകമാകുന്നതും കർഷകൻ അത് വെട്ടുന്നതും അങ്ങനത്തെയൊക്കെ ആയിരുന്നു പിക്ചേഴ്സ്. ഞാൻ അതിനൊരു ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് എന്ന പേര് കൊടുത്തു. ജസ്റ്റ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, ഒരു ഫാമർ ഉണ്ടായിരുന്നു, ഒരു ചെറിയ വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം വളരെ പുവർ ആയിരുന്നു, അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ദിവസവും നല്ല പോലെ ഈ കൃഷി സ്ഥലത്ത് വന്ന് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടാറില്ലായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആ ഫാമില് അദ്ദേഹത്തിന്റെ ഫീൽഡില് വർക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്നൊരു ചെറിയൊരു ബോക്സ് കിട്ടി. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അതിലൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു നോട്ട്
ഇങ്ങനെ എഴുതി വെച്ചേക്കുക. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, വെയിറ്റ് ലക്ക് വിൽ കം ടു യു സൂൺ, അങ്ങനെയായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫാർമർ വിചാരിച്ചു, ഓ എന്താ എന്താ ഇത് മീൻ ചെയ്യുന്നത്. പക്ഷെ അയാൾ പിന്നെ അത് വിട്ടിട്ട് ബാക്ക് ടു വർക്ക്. നെക്സ്റ്റ് ഡേയും അയാള് ആ ഫാമില് വർക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ ആ ഫീൽഡിൽ നിന്ന് വേറൊരു ബോക്സ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബോക്സിൽ നിറയെ നല്ല സീഡ്സ് ആയിരുന്നു, നല്ല വിത്തുകളായിരുന്നു. അദ്ദേഹം അപ്പൊ തന്നെ ആ വിത്തുകൾ ആ വയലില് വിതച്ചു. ദിവസവും വെള്ളം ഒഴിച്ചു. ഒരു വീക്കൊക്കെ കഴിഞ്ഞപ്പോ സീഡ്സ് എല്ലാം സ്പ്രൗട്ട് ചെയ്ത് വന്നു, മുള വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ക്രോപ്സ് നല്ല ഗ്രോ ബിഗ് ഹാർഡ് ആൻഡ് സ്ട്രോങ്, നല്ല ഇതായിട്ട് അത് വലുതായി. അത് നല്ല റൈപ്പ് ആൻഡ് ഗോൾഡൻ കളറായി, നല്ല പാകമായി. അതൊക്കെയാണ് ഈ പിക്ചറിൽ, ആ ഒരു രീതിയിലൊക്കെയാണുള്ളത് നമുക്ക് പിക്ചർ ഉള്ളത്. അതിനനുസരിച്ച് അതൊക്കെ ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഹി കട്ട് ഡൗൺ ദ സ്റ്റോക്സ്. അതിനുശേഷം ആ സ്റ്റോക്സ് മുറിച്ചു. നല്ല കുറേ ചാക്ക് ഗ്രെയിൻ കിട്ടി. അങ്ങനെ അതെല്ലാം വിറ്റു. അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ കാശ് അതിൽ നിന്ന് കിട്ടി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആ നോട്ടിൽ എഴുതിയതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. വളരെ ഹാപ്പിയായി. അദ്ദേഹത്തിന് കിട്ടിയ ആ ഏർണിങ്സിന്റെ ഒരു പോർഷൻ പാവങ്ങൾക്കും നീഡി ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് കൊടുത്തു. എല്ലാരും അദ്ദേഹത്തിനോട് താങ്ക്സ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ ഹാപ്പിയായി ജീവിച്ചു. ഇനി അതർ സ്റ്റോറി എന്നുള്ളതില് ഞാൻ ഇതാണ് എഴുതിയിരുന്നത്. നെക്സ്റ്റ് നോവലാണ്. നോവൽ എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എനിക്ക് വലിയ നീളത്തിലുള്ള നോവലൊന്നും കിട്ടിയില്ല. എന്നാലും 2 ചാപ്റ്ററിൽ അത് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഞാൻ 2 കുട്ടികളെ കുറിച്ചാണ് ഈ നോവൽ എഴുതിയത്, റീനു ആൻഡ് റിയൻ. അത് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, ബോയ് ആൻഡ് ഗേൾ. അവരവരുടെ പാരന്റ്സിന്റെ കൂടെയും കുട്ടികളുടെ കുറെ വാല്യൂസ് വരുത്തുന്ന രീതിയിൽ കുറെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാരന്റ്സിന്റെ കൂടെയും ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയുമാണ് ജീവിച്ചിരുന്നത് ഒരു സ്മോൾ ടൗണിൽ. അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. 2 കുട്ടികളും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. 2 പേരും പരസ്പരം ഭയങ്കര സ്നേഹമായിരുന്നു, നല്ലപോലെ കെയർ ചെയ്യുമായിരുന്നു. എല്ലാം അവർ ഷെയർ ചെയ്യുമായിരുന്നു. അവരവരുടെ പഠിക്കാനും നല്ല നല്ല ഗുഡായിരുന്നു. പിന്നെ അവർ പരസ്പരം പഠിക്കുന്ന കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും അവർ രാവിലെ എണീക്കും. എന്നിട്ട് അമ്മയുടെ ഹെൽപ്പോട് കൂടി സ്കൂളിലേക്ക് പോകാൻ റെഡിയാകും. അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരവരുടെ ഹോംവർക്ക് ഒക്കെ നല്ലതായിട്ട് ചെയ്തിട്ട് അവർ കളിക്കാനൊക്കെ ആയിട്ട് പോകും. പിന്നെ പ്രെയറിന്റെ സമയത്ത് ഫാമിലിന്റെ മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് അവരുടെ പ്രെയർ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ ഫാമിലിയുടെ ഒരു രീതികളൊക്കെ കുറെയൊക്കെ പറഞ്ഞു. ചാപ്റ്റർ 1 അതായിരുന്നു. ചാപ്റ്റർ 2 ആണ് ഒരു സിറ്റുവേഷൻ ആയിട്ട് എഴുതിയത്. ഒരു സാറ്റർഡേ ആയിരുന്നു, കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു, അവർ കളിക്കുകയായിരുന്നു മുറ്റത്ത്. അമ്മ കിച്ചണിലായിരുന്നു. അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ വാല്യൂസ് അവരിലേക്ക് കൊടുക്കും. അമ്മ കുറച്ച് കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു കിച്ചണിൽ ഇരുന്നുകൊണ്ട്. കുക്കീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാനായിട്ട് മുറ്റത്തേക്ക് വന്നു. എന്നിട്ട് കുട്ടികൾക്ക് അത് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പൊ അവര് 2 പേരും കുക്കീസ് എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ 2 പേരും പറയുമായിരുന്നു, നല്ലപോലെ ദാഹിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവര് കുക്കി എൻജോയ് ചെയ്യുമായിരുന്നു. ഈ സമയത്ത് ഒരു കാക്ക ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് സ്നാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ചെറിയ കുട്ടിയല്ലേ, ചെറിയ കൈയാണ്. അങ്ങനെ കാക്ക അങ്ങനെ ട്രൈ ചെയ്തപ്പോഴേക്കും അവളുടെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. 2 പേരും വല്ലാതെ പേടിച്ചു. പെൺകുട്ടി വളരെ പെയിൻ കാരണം വളരെ ഉറക്കെ കരഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോര കണ്ടതിന്റെ എന്തൊക്കെയായിട്ട് അവളങ്ങോട് അൺകോൺഷ്യസ് ആയിപ്പോയി, ഫെയിൻഡ് ആയിപ്പോയി ആള്. അമ്മ പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് ഓടി വന്നു. അടുത്ത വീട്ടിലൊരാളുടെ ഹെൽപ്പോട് കൂടി അവരെ നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഇപ്പൊ തന്നെ ശരിയാകും. മറ്റേ ബോയ് ഭയങ്കര സങ്കടമായിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പെൺകുട്ടി കണ്ണു തുറന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബോയ്ക്ക് സന്തോഷമായി, അവളെ ഹഗ് ചെയ്തു. അങ്ങനെ അവൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. അവർ വീട്ടിലേക്ക് വന്നു. അപ്പൊ അമ്മ അവർക്ക് നല്ല കുക്കീസ് ഉണ്ടാക്കി കൊടുത്തു. 2 പേരും അത് എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരു പിക്ചറും ഒട്ടിച്ചു. കുട്ടിക്കെല്ലാം വരച്ചു, ട്രേസ് ചെയ്തതാണേ. ഇതാണ് എനി അതർ സ്റ്റോറി. നെക്സ്റ്റ്
ഇനിയന്റെ സ്റ്റോറി അല്ല, നോവൽ. നോവല് നിങ്ങൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ചെയ്യും. എനിക്ക് വേണമെങ്കിൽ അതിന് 3 ചാപ്റ്റർ ആക്കാമായിരുന്നു. ഞാൻ 2 ചാപ്റ്റർ ആണ് ചെയ്തത്. ഓരോ ചാപ്റ്ററിനും ഓരോ പിക്ചർ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളാട്ടോ വരച്ചു തന്നത്, എന്റെ കുട്ടി. നെക്സ്റ്റ് വൺ ഡ്രാമ. ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സീൻ 1, സീൻ 2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സിറ്റുവേഷൻ ആളുകളുടെ കോൺവെർസേഷൻ, സംഭാഷണം, അതാണ് ഡ്രാമയിൽ വരുന്നത് അല്ലെ. ഞാൻ ഡ്രാമയില് സീൻ 1 ടീനാസ് ഹോം, അങ്ങനെ സീൻ 1 അങ്ങനെ ഒരു രീതിയിൽ. അപ്പൊ ടീന ഇത് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാട്ടോ. സ്റ്റഡി റൂമിലിരുന്ന് പാവയുമായിട്ട് കളിക്കുകയാണ്. പാരന്റ്സ് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അതാണ് നമ്മൾ സീൻ 1 കാണുന്ന കാഴ്ച. മദറിനെ എഴുതിയിട്ട് നമ്മളിങ്ങനെ ഫുൾ കോളൻ ഇടണം. എന്നിട്ട് കോഡ്സിൽ ലുക്ക്, നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ്സ് ഗോ ഔട്ട് സംവെയർ. ഫാദർ, അച്ഛൻ പറയുന്ന സംഭാഷണമായിട്ട്, വെർ വിൽ വി ഗോ, വി ആർ ന്യൂ ടു ദിസ് പ്ലേസ്, ലെറ്റ് മീ കോൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ആസ്ക് ദം അബൌട്ട് എനി പ്ലേസ് ഫോർ ഹാങ് ഔട്ട്. അപ്പൊ ഇവരുടെ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും ഒരു പുതിയതായിട്ട് അവിടെ താമസിക്കാൻ വന്നതാണ്. അങ്ങനെ ആളിങ്ങനെ ഒരാളെ വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടീനയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് വേഗം തന്നെ റെഡിയാകുക, നമുക്ക് പുറത്തു പോകാന്ന് പറയുന്നു. അമ്മ ചെന്ന് ടീനയുടെ റൂമിൽ ചെന്നിട്ട് പറയുവാണ് വേഗം റെഡിയാകുക, നമുക്ക് പുറത്തു പോകാതെ. അവൾക്ക് ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ ഞാനിപ്പോ തന്നെ അപ്പൊ അവള് ഡോളുമായിട്ട് കളിക്കുമായിരുന്നല്ലോ. അപ്പൊ പറയും എനിക്ക് ഈ ഡോളിന് കുറച്ച് ഉടുപ്പ് തയ്ച്ചു തരണേ എന്നൊക്കെ അമ്മോട് പറയുന്നുണ്ട്. അമ്മ ചെയ്തു തരാന്ന് പറയുന്നു. അതാണ് സീൻ 1 കാണുന്നത്. സീൻ 2 ഈ പാർക്കാണ്. ആദ്യം വീടായിരുന്നു പാർക്ക്. പാർക്കിൽ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറെ കുട്ടികൾ ഊഞ്ഞാലാടുന്നു. ഒരു പ്രായമായ ഒരാൾ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് ഒരു ബെഞ്ചിലിരുന്ന്. ടീന പാർക്കിലേക്ക് അവളുടെ പാരന്റ്സുമായിട്ട് വന്നു. അപ്പൊ ടീന ചോദിച്ചു, ഞാൻ ലാഡർ ആൻഡ് സ്ലൈഡ് കളിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറയുവാണ്, മദർ, ഓക്കെ ഡിയർ, ഡോണ്ട് ഗോ ഫാർ, പ്ലേ വെയർ വി ക്യാൻ സീ യു ഫ്രം ഹിയർ. ഇവിടുന്ന് ഞങ്ങൾക്ക് നോക്കുമ്പോൾ നിന്നെ കാണണം, അത്രയും ദൂരെ പോകാൻ പാടുള്ളൂ. അങ്ങനെ പാരന്റ്സ് ഒരു നിയർ ബൈ ബെഞ്ചിൽ ഇരുന്നു. ടീന കളിക്കാനായിട്ട് പോയി. അപ്പം അമ്മ അച്ഛനോട് പറയുകയാണ്, സീ ഹൗ ഹാപ്പി ഷീ ഈസ്, നമുക്ക് ഇവിടെ ഇടയ്ക്ക് വരണം, എല്ലാ കുട്ടികളും എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, യെസ് യു ആർ റൈറ്റ്, നല്ല സ്ഥലമാണ്, നല്ല ഹൈജീനും ആണെന്ന് പറഞ്ഞു. അങ്ങനെ ടീന മറ്റു കുട്ടികളുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി അവരുമായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന വയസ്സായ ആള് ഭയങ്കരമായിട്ട് റെസ്ലെസ് ആയി കുട്ടികളുടെ നോയ്സ് കേട്ടിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് കുട്ടികളുടെ നേരെ ഷൗട്ടിങ്, മിണ്ടാതിരിക്കുക, ഷട്ടപ്പ് യു ഓൾ, വൈ ആർ യു മേക്കിംഗ് ദിസ് മച്ച് നോയ്സ്, എന്തിനാ ഇത്ര ശബ്ദം ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു. അയാൾ ഭയങ്കരമായിട്ട് ചൂടായി. അയാൾ ഭയങ്കര അറഗന്റ് ആയിട്ട് ഫീൽ ചെയ്തു. കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ഫീൽ ചെയ്തു, ഒരു സാഡായി. പക്ഷെ എന്നാലും അവർ മിണ്ടാതെ കുറച്ച് ദൂരെ മാറി അവർ കളിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഡാർക്കായി. കുട്ടികള് പരസ്പരം ബൈ ഒക്കെ പറഞ്ഞ് പോയി. ടീന പ്രായമായ ആളോടും ബൈ പറഞ്ഞു. പക്ഷെ അയാളെ മൈൻഡ് ചെയ്തില്ല. അയാൾ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഇരുന്നു. നെക്സ്റ്റ് സീൻ 3 ആണ് ടീനാസ് ഹോം. ടീന പറയുന്നുണ്ട്, മമ്മി ഡാഡി, ഇറ്റ് വാസ് വെരി നൈസ് ഡേ, താങ്ക് യു സോ മച്ച്, ഐ വിഷ് ടു ഗോ നെക്സ്റ്റ് വീക്കെൻഡ് ഓൾസോ, പ്ലീസ് ഷാൽ വി ഗോ. അപ്പം അച്ഛൻ പറഞ്ഞു, ഷുവർ ഡിയർ, യു ഗോട്ട് ന്യൂ ഫ്രണ്ട്സ് ദെയർ റൈറ്റ് എന്നൊക്കെ ചോദിക്കുന്നു. ആർ യു ഹാപ്പി? അമ്മ ചോദിക്കുക, ആർ യു ഹാപ്പി നൗ? ഓക്കെ, വാഷ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് കം ഡിന്നർ വിൽ ബി റെഡി നൗ എന്നൊക്കെ പറഞ്ഞു പറയുന്നു. ഓക്കെ മമ്മി, ഐ വിൽ ബി ബാക്ക് നൗ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് അവർ ഒരുമിച്ച് അവരുടെ ഡിന്നർ കഴിച്ചു. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവർ ഉറങ്ങാനായിട്ട് റൂമിലേക്ക്. നെക്സ്റ്റ് സീൻ 4, 4 സീനായിട്ട് ഞാൻ എഴുതിയേക്കുന്നത് പാർക്ക് തന്നെയാണ്. പിന്നെ അവളുടെ പാരന്റ്സിന്റെ ഒപ്പം പാർക്കിലേക്ക് വന്നു. അവൾ വളരെ ഹാപ്പി ആയിരുന്നു. അവളുടെ ഫ്രണ്ട്സ് അവിടെ ദൂരെ കളിക്കുന്നുണ്ടായിരുന്നു. ആ പ്രായമായ ആള് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് അയാളെ ചിരിച്ച് വിഷ് ചെയ്തു. പക്ഷെ അയാള് വീണ്ടും മൈൻഡ് ചെയ്തില്ല. ടീനയ്ക്ക് ഫീൽ ചെയ്തു അത്. അമ്മ പറഞ്ഞു, സാരമില്ല, നീ പോയി കളിച്ചോളൂ, അദ്ദേഹം തിരക്കിലായിരിക്കും, ഡോണ്ട് ഡിസ്റ്റർബ് ഹിം എന്ന് പറഞ്ഞു. അങ്ങനെ ടീന ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി കളിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടിമിന്നലോടുകൂടി മഴ പെയ്തായിരുന്നു. എല്ലാരും അടുത്ത് കണ്ട ഷെൽട്ടറുകളിലേക്കും ഷെയ്ഡ്സിലേക്കൊക്കെ ഓടിപ്പോയി നിന്നു. പക്ഷെ ഈ പ്രായമായ ആൾക്ക് പെട്ടെന്ന് എണീക്കാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം അങ്ങനെ എണീക്കാൻ തുടങ്ങിയതും അദ്ദേഹം ബാലൻസ് തെറ്റി വീണു. അദ്ദേഹത്തിന് അവിടെ നിന്ന് എണീക്കാൻ ബുദ്ധിമുട്ടായി. ടീനയും അവളുടെ ഫ്രണ്ട്സും വേഗം ഓടി വന്ന് അദ്ദേഹത്തെ എണീപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ അവര് ഒരു ഷെൽട്ടർ, അങ്ങനെയുള്ള ഒരു ഹട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഒരാൾ ടൗൽ അറേഞ്ച് ചെയ്തു തുടയ്ക്കാനായിട്ട്. വേറൊരാൾ പോയി അതിന് ഹോട്ട് ടീ കൊണ്ടുവന്ന് കൊടുത്തു.
അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം കുട്ടികളോട് നന്ദി പറഞ്ഞു. ടീന ചോദിച്ചു, ഗ്രാൻഡ്പ ആർ യു ഓക്കെ നൗ? പ്രായമായ ആളുകൾ ഡിയർ, താങ്ക് യു സോ മച്ച്. ഐ മസ്റ്റ് സേ സോറി ടു ഓൾ ഓഫ് യു. അദ്ദേഹം എല്ലാവരോടും മാപ്പ് പറയുവാണ്. ഞാൻ വളരെ റൂഡായിട്ടാണ് നിങ്ങളോട് നേരത്തെ പെരുമാറിയത്. പ്ലീസ് ഫോർഗീവ് മീ എന്നൊക്കെ പറയും. അപ്പൊ ടീന ഒക്കെ പറയുന്നു, നോ ഗ്രാൻഡ്പ, ഡോണ്ട് ഫീൽ സോറി, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്, യു ആർ അവർ ഡിയർ ഗ്രാൻഡ്പ എന്നൊക്കെ പറഞ്ഞ് അവള് അദ്ദേഹത്തെ ഹഗ് ചെയ്തു. മറ്റു കുട്ടികളും ഹഗ് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. പ്രായമായ ആൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി. അവരെല്ലാരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് പാട്ട് പാടി. ഇതായിരുന്നു എന്റെ സ്റ്റോറി, മീൻസ് എന്റെ ഡ്രാമ. ഇങ്ങനെ എൻഡ് ചെയ്തു. നമുക്കിത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഡ്രാമ ചെയ്യിക്കാനും പറ്റും. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ ഒരു ഡ്രാമ പോലെ ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ഡ്രാമയിൽ എഴുതിയത്. ഓക്കെ, അപ്പൊ സീൻ ആയിട്ട് എഴുതണം. നമ്മള് പാസ്റ്റ് ടെൻസിൽ നമ്മൾ സ്റ്റോറീസ് എഴുതുന്ന പോലെ എഴുതരുത്. കാരണം അത് നടക്കുന്ന പോലെ തന്നെ അവര് തന്നെ കോൺവെർസേഷൻ പറയുന്ന രീതിയിൽ ആ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് മൈം സ്ക്രിപ്റ്റ് ആണ്. മൈം ചെയ്യുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മൈം അറിയാലോ എന്താന്ന്? ഡയലോഗ്സില് ആക്ഷൻസിലൂടെയാണ് അല്ലെ. ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലായിരിക്കും ഇവരുടെ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം. പിന്നെ പല്ല് വെളിയിൽ കാണില്ല. അങ്ങനെയാണ് ഇവര് മൈം ചെയ്യുന്നത്. അപ്പൊ മൈമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, മൈം പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാക്കണം എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു സ്റ്റോറി എഴുതാനായിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് എഴുതുന്നുള്ളത്. ഞാൻ എഴുതിയത് കുട്ടികളിലേക്ക് ഒരു മെസ്സേജും ചെയ്യണമല്ലോ. ഞാൻ എഴുതിയ സ്റ്റോറിക്ക് തന്നെ ഒരു പേരിട്ടത് വാല്യൂബിൾ ഗിഫ്റ്റ് എന്നാണ്. അപ്പൊ അതൊരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ പാരന്റ്സിന്റെ കൂടെ ജീവിച്ചിരുന്നു. അവർ വളരെ പുവർ ആയിരുന്നു. പക്ഷെ എന്നാലും നല്ല സ്നേഹമായിരുന്നു അവർ തമ്മിൽ. അവർ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. കുട്ടിയുടെ ബർത്ത്ഡേ വരുമായിരുന്നു. 2-3 ദിവസത്തിന് ശേഷം ബർത്ത്ഡേ ആണ്. അപ്പൊ അവൾ അവിടെ ഷോപ്പിൽ ഒരു ഡോള് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പാരന്റ്സിനോട് ആ ഡോൾ അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ പാരന്റ്സ് അത്രയും വില കൂടിയ ഡോളായിരുന്നു. പാരന്റ്സിന് അത്രയും ക്യാഷ് ഉണ്ടായിരുന്നില്ല ആ ഡോള് വാങ്ങാനായിട്ട്. അച്ഛൻ അവളോട് പറഞ്ഞു, വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം ഡോളിന് പകരം എന്ന് പറഞ്ഞു. പക്ഷെ അവളത് കേട്ടില്ല. അവള് ഡോള് തന്നെ വേണമെന്ന് വാശി പിടിച്ചു. അമ്മയും പറഞ്ഞു, ഡോള് പിന്നെ വാങ്ങിച്ചു തരാം, ഇപ്പൊ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം. എന്നിട്ട് അവള് സമ്മതിച്ചില്ല. വാശി പിടിച്ച് കരഞ്ഞു. അവളന്ന് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാനായിട്ട് പോയി. പാരന്റ്സിന് ഭയങ്കര വിഷമായി. അമ്മ അച്ഛനോട് പറഞ്ഞു, അമ്മ ഒരു പിഗ്ഗി ബാങ്ക്, ക്യാഷ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കോയിൻ ബോക്സ് ഉണ്ട്, അത് പൊട്ടിക്കാം. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ കയ്യിൽ വാച്ച് ഒത്തിരി പഴയതാണ്, ആ വാച്ച് വിൽക്കാം, എന്നിട്ട് നമുക്ക് അവൾക്ക് ഡോള് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മില് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ചെറിയ പെൺകുട്ടി അവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇതെല്ലാം കേട്ടു പാരന്റ്സ് പറയുന്നത്. വളരെ വിഷമവും തോന്നി, ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നി. അവൾ ഓടിച്ചെന്ന് പാരന്റ്സിനെ ഹഗ് ചെയ്തു. അവൾ സോറി പറഞ്ഞു. അവരോട് പറഞ്ഞു, എനിക്ക് ഡോള് വേണ്ട, ഡോളെന്നല്ല ഒന്നും എനിക്ക് വേണ്ട, അവരുടെ സ്നേഹം മാത്രം മതി, അതാണ് അവൾക്ക് ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അതാണ് എന്റെ മൈമിന്റെ സ്റ്റോറി. സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, സ്റ്റോറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കഥ എഴുതണമെങ്കിൽ കൂടുതലായിട്ട് എഴുതാം കേട്ടോ. എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കിട്ടിയില്ലേ? ലാസ്റ്റ് റെക്കോർഡായ അപ്പാരറ്റസ് റെക്കോർഡ് എല്ലാരും എഴുതിയോ? നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ അപ്പാരറ്റസ് റെക്കോർഡ് എഴുതി പോകാനായിട്ട് നോക്കണം. വേറൊന്നുമല്ല, പാർട്ട് 3യുടെ ഒപ്പം തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനും ചെയ്യുന്നത്. മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒപ്പം തന്നെ തിയറി പ്രാക്ടിക്കലും നമ്മൾ ചെയ്യും. ഓൺലൈനായിട്ട് പ്രാക്ടിക്കലിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അതിന്റെ നേരിട്ടുള്ള ക്ലാസ് ആ ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും വന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഡെമോ ക്ലാസ് കാണുമ്പോൾ തന്നെ കുട്ടികൾ പറയും, ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ, കാരണം സെൻസസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ തൊട്ട് നോക്കുന്ന ഒരു മെറ്റീരിയൽ ഒക്കെ ഓൺലൈൻ വീഡിയോ കാണുന്നതിനേക്കാളും ചെയ്ത് നോക്കിയാൽ അത്രയും നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നിർബന്ധമില്ല, വരാൻ പറ്റുന്നവരെ വരിക, അതിനനുസരിച്ച് ഒരു സെഷൻ അറേഞ്ച് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അത് കമ്പൽസറി അല്ലാത്തതുകൊണ്ടാണ് ജയദേവ് സാറ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറയാത്തത്. ബാക്കിയെല്ലാം കോൺവക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി സാർ നിങ്ങളോട് സംസാരിക്കാറുണ്ട്.
ഈ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. ഇത് മാൻഡേറ്ററി അല്ല, വരാൻ പറ്റുന്ന കുട്ടികൾ മാത്രം വരിക എന്നുള്ളതാണ്. യെസ്, എനി ഡൗട്ട്സ്? റെക്കോർഡ് റൈറ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ? ആ. ഇത് രണ്ട് റെക്കോർഡ് ബുക്ക് ഒരേ പേരിലാണ്, അതിൽ ഒന്നിലാവും പിന്നെ മോണ്ടിസോറിന്റെ അത് എഴുതണ്ടേ അല്ലേ? 2 റെക്കോർഡ് ബുക്ക് ഇല്ലുസ്ട്രേറ്റ് ആക്ഷൻ സ്റ്റോറി ബുക്ക് പറഞ്ഞിട്ടാണ് 2 റെക്കോർഡ് ബുക്കും തന്നിട്ടുള്ളത്. അല്ല, അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏത് റെക്കോർഡ്? ഓഫീസിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഓഫീസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒന്നിന് സ്റ്റോറി ബുക്ക് ഒന്നിന് റൈമൊന്നും അല്ലേ? അത് രണ്ടും സ്റ്റോറിയാണോ? ആക്ഷൻ സ്റ്റോറി ബുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നില് റൈമോ ഒന്നില് സ്റ്റോറി ബുക്കാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടി. അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഒന്ന് ആക്ഷൻ റൈം ബുക്ക്, പിന്നെ 2 ആക്ഷൻ സ്റ്റോറി ബുക്ക് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് തന്നിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അത് ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യായിരുന്നില്ലേ? മാറിപ്പോയതായിരിക്കും അയച്ചു തന്നപ്പോ. ഞാനിതിപ്പോ മിസ് മൊത്തം പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. നമ്മള് ബുക്ക് എഴുതുമ്പോഴല്ലേ എടുക്കുള്ളൂ. അപ്പൊ ഹസീനയ്ക്ക് കിട്ടിയ 5 റെക്കോർഡില് 2 ബുക്കും സ്റ്റോറിയുടെയാണ്. അതെ. അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് കിട്ടിയിട്ടില്ല. ഇല്ല. ഇനി എന്ത് ചെയ്യും? ഇതില് ചെയ്താൽ മതിയോ അതോ മറ്റേ റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങണോ? അല്ലെ, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കിൽ കിട്ടിയവർ ആരെങ്കിലും ഒന്ന് പറയാമോ? അതിനകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടോ? അതോ എന്തെങ്കിലും QR കോഡിൽ വ്യത്യാസം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ ആരെങ്കിലും? അല്ലെങ്കിൽ ഇത് തന്നെ മതി, കാരണം നമുക്ക് പേജ് മതിയല്ലോ. അതാ ഞാൻ ചോദിച്ചത്. കാരണം പുറത്തുനിന്ന് വാങ്ങുന്നവർക്ക് വാങ്ങാന്നൊന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കിൽ എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഫ്രണ്ട് പേജിലൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ? മാം ഇങ്ങനെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്, അതിന്റെ അത്രയല്ലേ ഉള്ളൂ? മോഡ്യൂൾ 3, പിന്നെ ഓരോരോ ഏരിയ, അത്രയല്ലേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ? QR കോഡ് വല്ലതും ഉണ്ടോ? ഈ QR കോഡ് എല്ലാ റെക്കോർഡ് ബുക്കിലും ഉണ്ടോ? എല്ലാ റെക്കോർഡിലും ഉണ്ട്. അപ്പൊ പിന്നെ ഹസീന അത് ഈ ഞാനിപ്പോ ഷെയർ ചെയ്തിരിക്കുന്ന PDF നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിവിടെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരിക്കുന്ന PDF ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടോ? ഉണ്ടാകണം. അപ്പൊ ഇത് നോക്കിയിട്ട് ഈ പേജ് നോക്കി എഴുതിയാൽ മതി. കാരണം ഈ ഒരു പേജ് ആയിരിക്കും സ്റ്റോറി ബുക്കില് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് ക്ലാസ് റൂമിൽ ഈ PDF നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം എല്ലാരും റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ലോ, പലരും പുറത്തൊന്നും വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ PDF എന്തായാലും അയച്ചിട്ടുണ്ട്. അവർക്ക് മീൻസ് ക്ലാസ് റൂമിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് സ്റ്റോറി എഴുതിയാൽ മതി. പിന്നെ ഈ ഓർഡറിൽ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഏത് തീമിനെ കുറിച്ചുള്ള കഥയാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയത് അത് വെച്ചിട്ട് അത് ആദ്യം എഴുതാം. അങ്ങനെ ഓർഡർ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കാനുള്ളതുണ്ടല്ലോ, അത് സെയിം ആനിമലിന് വേണോ അതോ വേറെ വേറെ ആനിമലിന് കൊടുത്തിട്ട് ഷാഡോ അങ്ങനെ കൊടുത്താൽ പറ്റുമോ? ഇതിലല്ല, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കില് ഷാഡോ ആണോ ഒളിഞ്ഞിരിക്കുന്ന അങ്ങനെ എന്തോ അല്ലേ? അല്ല, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ. ഓക്കെ മനസ്സിലായി. അത് ഡിഫറൻസ് ആയിട്ടുള്ള ആനിമൽസിനെ കൊടുത്തിട്ട് അതിന്റെ ഷാഡോസ് കൊടുക്കാൻ പറ്റുമോ അതോ ഒരു ആനിമലിന്റെ തന്നെ കൊടുക്കണോന്നാ ചോദിച്ചത്. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോക്കൂ. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മാം ഈ മോണ്ടിസോറി അപ്പാരറ്റസിന്റെ റെക്കോർഡ് എങ്ങനെ ചെയ്യണ്ടേ? മനസ്സിലായില്ല.
അത് നിങ്ങൾക്ക് ഒരു PDF തന്നിട്ടുണ്ട് അതിന്റെ മെറ്റീരിയൽസിന്റെ, മീൻസ് എഴുതേണ്ടതിന്റെ ഒരു PDF ഉണ്ട്, പിന്നെ അതിന്റെ പിക്ചേഴ്സിന്റെ ഒരു PDF വന്നിട്ടുണ്ടാവും അല്ലെ? ആ പിക്ചേഴ്സ് മൊത്തം എടുക്കണം അല്ലേ? മൊത്തം പ്രിന്റ് എടുക്കണ്ടേ? മൊത്തം പ്രിന്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു A4 4-5 പിക്ചേഴ്സ് ഒരുമിച്ച് പേസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രിന്റ് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൂടി വന്ന 4-5 ഷീറ്റ് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് അങ്ങനെ എടുക്കണ്ട. അതുപോലെ അതിന്റെ ഇൻഡെക്സിൽ എന്തെങ്കിലും എഴുതാണ്ടാവും, അതോ അങ്ങനെ എഴുതി അതിലെഴുതാതെ പേജിൽ ഓരോന്നും അങ്ങനെ എഴുതി പോയാൽ മതിയോ? കുറച്ചു മുമ്പ് എന്നെ റെക്കോർഡ് ബുക്ക് കാണിച്ചപ്പോ 5 പാർട്ടായിട്ട് കണ്ടില്ലേ? ആ 5 എണ്ണേ ശരിക്കും നമുക്കുള്ളൂ. ആ 5 എണ്ണത്തിന് സബ് ഡിവിഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ഏരിയ ആണ് 5 എണ്ണായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു ഏരിയയില് കുറെ മെറ്റീരിയൽസ്, അങ്ങനെയാണ് ഓരോ ഏരിയയിലും അതിനോട് കണക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ഈ ഒരു സൈഡില് കളർ ടാബ്ലറ്റ്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പിക്ചേഴ്സ് എല്ലാം ആ ലെഫ്റ്റ് സൈഡിൽ അത് മുഴുവൻ ഒട്ടിച്ചു. അതുപോലെ നിങ്ങളൊരു A4 പേപ്പറിൽ മാക്സിമം വരുന്ന രീതിയിൽ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തിട്ട് അത് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇതുപോലെ ഇതിനകത്ത് 1, 2, 3, 5 മെറ്റീരിയൽസിനെ ഞാൻ ഒരു സൈഡിൽ ഒട്ടിച്ചേക്കും. ഇവിടെ എന്താണോ എഴുതുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ 3 മെറ്റീരിയൽസിനെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 3 എണ്ണം ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ എഴുതാനുള്ളത് എന്താ ക്ലാസ് റൂമിൽ വിട്ടുണ്ടോ? ഉണ്ടല്ലോ, PDF വന്നിട്ടില്ലേ ക്ലാസ് റൂമില്? പിക്ചർ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടൊരു PDF ഉണ്ടാകും. പിന്നെ അപ്പാരറ്റസ് റെക്കോർഡ്, അങ്ങനെയാണോ PDF-ന്റെ പേര് കൊടുത്തേക്കണേ? എനിക്കറിയില്ല, കാരണം ക്ലാസ് റൂമിൽ ഇല്ലല്ലോ. ആ എഴുതണോ? ഞാൻ എഴുതിയതില് ഫസ്റ്റ് പേജിൽ തന്നെ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി ആൻഡ് മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തു. ഡോക്ടറിനും കൂടെ ചേർക്കണേ. പിന്നെ എന്നിട്ട് മോണ്ടിസോറി മെത്തേഡ് ആണ്. ഞാൻ മോണ്ടിസോറി മെത്തേഡ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഞാൻ എഴുതിയേക്കുന്ന ഡീറ്റെയിൽസ് ആണ് കംപ്ലീറ്റ് നിങ്ങൾക്ക് വന്നേക്കുന്ന PDF. ഞാൻ അത് ഒന്നുകൂടെ നോക്കി എഡിറ്റ് ചെയ്ത് സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ചേർക്കേണ്ടതും ചേർത്തിട്ടുണ്ട്. പിന്നെ മോഡ്യൂൾ 3, മോഡ്യൂൾ 1 ആണ് നമ്മളുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. മോഡ്യൂൾ 2 ആണ് ഇംഗ്ലീഷ്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. ഇത് 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മോഡ്യൂൾ 3 മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 5 പാർട്ട് ഉണ്ട്. ഈ 5 പാർട്ട് എന്ന് പറയുന്നത് റെക്കോർഡിൽ എഴുതാനുള്ള 5 ഏരിയ ആണ്. ഡോക്ടർ മോണ്ടിസോറി ക്ലാസ് റൂം എന്നല്ല പറയാറ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ആണ്. ഈ എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. മോണ്ടിസോറി സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 ഏരിയ കാണാനായിട്ട് പറ്റും. ഓരോ ഏരിയയിലും ഏത് മെറ്റീരിയൽസ് ആണോ ഉള്ളത് ആ മെറ്റീരിയൽസ് ആ ഏരിയയിൽ വെച്ചിട്ടുണ്ടാകും ഷെൽഫുകളിൽ. അപ്പോ നമ്മൾ ആ 5 ഏരിയനെ കുറിച്ചാണ് 5ാമത്തെ റെക്കോർഡ്, അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതാൻ പോകുന്നത്. എഴുതാനുള്ള റൈറ്റപ്പിന്റെ PDF ഉണ്ട്, ഒട്ടിക്കാനുള്ള മെറ്റീരിയൽസിന്റെ PDF ഉണ്ട്. ഞാൻ ആ മെറ്റീരിയൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫുൾ വലുതാക്കി എല്ലാം പ്രിന്റ് എടുക്കണ്ട. ഒരു സാധാരണ നമ്മുടെ ഒരു A4 പേപ്പറിന്റെ സൈസിലേക്ക് 4-5 പിക്ചേഴ്സ് ഒരുമിച്ച് അങ്ങ് കയറ്റുക. അത് ചെയ്തു തരാൻ പറ്റുന്നവരുണ്ടാവും, നമുക്കും തന്നെ ചെയ്യാം. കട്ട് ആൻഡ് പേസ്റ്റ് അങ്ങനെ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം അത് പ്രിന്റ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടി വന്ന 4-5 ഷീറ്റ് മാത്രമേ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മളുടെ ഇത് സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് കുട്ടികൾ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇവരെ കണക്റ്റഡ് ആകുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. അപ്പൊ മിക്ക മെറ്റീരിയൽസിനെയും എൻഹാൻസ് ചെയ്തിരിക്കുന്നത് കളർ വെച്ചിട്ടാണ്. അതുകൊണ്ട് കളർ പ്രിന്റ് ഔട്ട് തന്നെ എടുക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയൽസ് ഒട്ടിക്കുന്നതിന് ഒരു ഇതില്ല. പിങ്ക് ടവർ എന്ന് പറയുമ്പോൾ പിങ്ക് കളറിൽ തന്നെ അത് കാണണമല്ലോ. ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുമ്പോൾ ബ്രൗൺ കളറിൽ കാണണം. ഇപ്പൊ കളർ ടാബ്ലറ്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു, അതിന്റെ കളർ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കളർ പ്രിന്റ് ഔട്ട് എടുക്കും. ഇനി ഇത് എഴുതുമ്പോ ഓരോ 5 ഏരിയ എന്ന് പറഞ്ഞു. ഈ 5 ഏരിയയിൽ ഓരോ ഏരിയ നമ്മൾ ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും.
പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഹെഡിങ് കറക്റ്റ് എഴുതി അങ്ങനെ പോയാലും മതി. ഓരോ ഏരിയയിലും വരുന്ന മെറ്റീരിയൽസിനെ കുറിച്ചൊരു ബ്രീഫിംഗ് ആയിരിക്കും തന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ മെറ്റീരിയലിന്റെ പ്രത്യേകതകൾ എന്താണ്, അതുകൊണ്ട് കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അവരുടെ എന്തെല്ലാമാണ് ഡെവലപ്പ് ആകുന്നത്, ആ രീതിയിൽ വളരെ പോയിന്റ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രമുള്ളതാണ് റെക്കോർഡ്. ഇതിന്റെ കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് മോഡ്യൂൾ 3 എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു കണ്ടന്റ് മോഡ്യൂൾ 3യിലും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പോയിന്റ്സ് നമ്മളുടെ ഈ റെക്കോർഡിലും ഉണ്ടാകും. ഇനി നിങ്ങൾ ചിലപ്പോൾ പുറത്തുള്ള മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയും ഞങ്ങൾ ഇതൊന്നും അല്ല ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയും. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ മോഡ്യൂൾ 3 5 ഏരിയ നമ്മൾ പറഞ്ഞല്ലോ. ഈ 5 ഏരിയയിലും നിറയെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകും. അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്. അതായത് സ്പൂണിങ്, നമ്മള് ഒരു ബൗളിൽ നിറയെ വെള്ളം വെച്ചിട്ട് ഒരു സ്പൂൺ കുട്ടിക്ക് കൊടുക്കും, ഒരു എംറ്റി ബൗളും കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്നും വെള്ളം സ്പൂൺ യൂസ് ചെയ്തിട്ട് മറ്റേ ബൗളിലേക്ക് ഫില്ല് ചെയ്യാം. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിരലുകളിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയാ, സ്പൂണിങ്, അതുപോലെ തന്നെ പെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് പെഗ്സ് ഇല്ലേ, പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ നമ്മളുടെ തുണി പറന്നു പോകാതിരിക്കാൻ നമ്മൾ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് ഒരു ബേസിൻ കൊടുക്കും. ബേസിന് നിറയെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടാകും, ഒരു 10-12 ക്ലിപ്പെങ്കിലും കാണും. ഈ ബേസിന്റെ ആ ഒരു സർക്കംഫറൻസ് ഉണ്ടല്ലോ, ആ എഡ്ജില് ഇവര് ക്ലിപ്പ് ചെയ്ത് വെക്കണം, ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ വിരലാണ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വിരലാണ് വേണ്ടത് എഴുതാനും വരയ്ക്കാനും. അപ്പൊ അത് നല്ലപോലെ മസിൽസ് ഡെവലപ്പ് ആകണം. അല്ലെങ്കിൽ ഇവര് എഴുതാൻ തുടങ്ങുമ്പോൾ ഇവര് പറയില്ലേ എനിക്ക് കൈ വേദന എടുക്കുന്നു, നമ്മൾ പറയും മടിയാണ് അതാണ് എഴുതാത്തത്. ആക്ച്വലി കുട്ടിയുടെ വിരലിന് പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ മണ്ണ് കൊണ്ട് അപ്പുണ്ടാക്കി കളിക്കും, വീടുണ്ടാക്കി കളിക്കും. അങ്ങനെ നമ്മളുടെ കൈകൾ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് എഴുതേണ്ട പ്രായമായപ്പോ നമുക്ക് ഈ പറഞ്ഞ കൈവേദനയോ മടി ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കൈകൊണ്ടുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ഹാൻഡ്സ് ആണ് അവരുടെ ഇന്റലിജൻസിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ്. ആ ഹാൻഡ് കൊണ്ട്, കൈകൊണ്ട് അവരിങ്ങനെ പണിയെടുത്തോണ്ടേയിരിക്കണം, അപ്പോഴാണ് അവരുടെ ബുദ്ധി വികസിക്കുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ട് റൈറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രീ റൈറ്റിംഗ് എക്സസൈസ് ഒക്കെയാണ് ഈ സ്പൂണിങ്, പെഗ്ഗിങ് അങ്ങനെയുള്ളത്. ക്ലിപ്പ് തിരിച്ച് ഇടുകയും ചെയ്യണം, അപ്പോഴും ഈ വിരലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസിന്റെ ഡെമോൺസ്ട്രേഷനും മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസുമാണ്. അപ്പൊ നമ്മളത് വീണ്ടും നിറയെ റെക്കോർഡ് എഴുതി വെക്കണ്ടല്ലോ. അപ്പൊ സാധാരണ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യുന്നത് ഈ 5 ഏരിയ സെപ്പറേറ്റ് 5 റെക്കോർഡായിട്ടാണ് ചെയ്യുന്നത്. അതായത് ആ മോഡ്യൂൾ 3യിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പൊ സ്പൂണിങ്, ഒരു ബൗളിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് നമ്മളത് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയെ കൊണ്ട് ചെയ്തിട്ട് അത് വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയുടെ പ്രിന്റ് എടുത്ത് അവർ ഈ റെക്കോർഡ് ബുക്കിൽ ഒട്ടിക്കണം. എന്റെ ഒരു ഫ്രണ്ട് പ്രിപ്പയറുള്ളത്, അവിടെ ഒരു റെഗുലർ ആയിട്ട് മോണ്ടിസോറി കോഴ്സ് ഇപ്പൊ റീസെന്റ് അത് അതിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞുള്ളൂ. ആ കുട്ടി ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു, 28,000 ആയിരുന്നു ഫീസ്. പക്ഷെ അത് എന്നോട് പറഞ്ഞത് ഈ 5 റെക്കോർഡ് ഉണ്ടാക്കാൻ കുറെ കഷ്ടപ്പെട്ടു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ടോട്ടൽ കോസ്റ്റ് അതിന്റെ. നമ്മൾ ഓൾറെഡി 5 ഏരിയയും ഒറ്റ റെക്കോർഡിൽ നിൽക്കാൻ, ഈ ഫോട്ടോയൊക്കെ കളർ പ്രിന്റ് എടുക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് മുഴുവനും കളർ പ്രിന്റ് എടുക്കണം, നല്ല എമൗണ്ട് വരില്ലേ. നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ തന്നെ നമുക്കറിയാം 4 എണ്ണം 100-150 രൂപ ആകും. അപ്പൊ വലിയ A4 സൈസില് ഈ കളർ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കും. അത് മുഴുവൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് റെഗുലർ ആയിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് പല ക്ലാസ് റൂമിൽ ഇരുന്ന് ഈ ആക്ടിവിറ്റി അവിടെ ഇരുന്ന് അവർ ചെയ്യുകയും ചെയ്യും. നമ്മൾക്ക് വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്, ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വീട്ടിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. മറ്റുള്ളവർക്ക് അത് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നമ്മളൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പം. അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അവരെങ്ങനെ അത് ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ, അവരിങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം പുറത്തു പോകുന്നുണ്ടോ. ഇതുപോലെ തന്നെ കടല, പരിപ്പ്, പയറൊക്കെ ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിലേക്ക് സ്പൂൺ വെച്ചോ കൈ വെച്ചിട്ടോ അവരെ കൊണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യിക്കാം. അങ്ങനെ പല പല ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് മോഡ്യൂൾ 3യിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതും കൂടെ
നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, ചില സ്കൂളുകാർ സമ്മതിക്കില്ലല്ലോ, പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഫ്രീഡം കിട്ടുവാണെങ്കിൽ നമുക്കത് അവിടെ ചെയ്തു നോക്കാം. അല്ലാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ക്ലാസ് നമ്മുടെ വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. പുറത്തുള്ളവർ പറയും ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇതല്ലല്ലോ. അവരാ ആ 5 ഏരിയനെ 5 റെക്കോർഡ് ആക്കുന്നു. ആ സമയത്ത് നമ്മൾ കളക്ഷൻ ബുക്കും പസിലിന്റെ ആക്ടിവിറ്റി ബുക്കും സ്റ്റോറിയും റൈമും ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് യൂസ്ഫുൾ ആണ്. ഒരു നോർമൽ ട്രഡീഷണൽ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് EVS പഠിപ്പിക്കണം, ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾക്ക് റൈമിലൂടെ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിക്കേണ്ടെന്നൊന്നും ആരും ക്ലാസ്സിന്റെ ഇടയ്ക്ക് വന്ന് പറയില്ലല്ലോ. നമുക്ക് പഠിപ്പിക്കാനുള്ള ടോപ്പിക് അവർ തരുമായിരിക്കും, എന്ത് മെത്തേഡ് വേണമെന്നുള്ള നമുക്ക് എടുക്കാലോ. ആ ഒരു ക്രിയേറ്റിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ റെക്കോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പലപ്പോഴും പുറത്തെ ക്ലാസ്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവര് എഴുതുന്നത് ഈ 5 റെക്കോർഡാ. ഭയങ്കരമായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യുക വേണം അതിനകത്ത്. ഓവറോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട വന്നത് റെക്കോർഡ് ബുക്കിനും ടെക്സ്റ്റ് ബുക്കിനുമാണ് അല്ലേ? അത് നമുക്ക് വർത്താണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബാക്കി മെറ്റീരിയൽസ് ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 21 മെറ്റീരിയൽസ് പറഞ്ഞേക്കണേ. വളരെ കോസ്റ്റ്ലി ആയിട്ടൊന്നും വാങ്ങണ്ട, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ സാൻഡ് പേപ്പർ മാത്രമാണ് നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല, കാശ് കൊടുത്ത് വാങ്ങേണ്ടത്. പിന്നെ മുത്തൊക്കെ ആണെങ്കിലും പഴയ മാലയുടെ ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു. അല്ലാതെ നമ്മൾ മുത്ത് പോയി വാങ്ങിച്ചാൽ അത്ര വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗ്ലൂ ആണ് വേണ്ടത്, പിന്നെ ചാർട്ട് പേപ്പർ, പിന്നെ ഇതുപോലെ പിക്ചേഴ്സ് കുറച്ച് വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു കോസ്റ്റ് മാക്സിമം ഏറ്റവും കുറയ്ക്കാവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ, കാരണം മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ആക്ടിവിറ്റി ഇല്ലാതെ തിയറി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർക്കുക കേട്ടോ. എന്തെങ്കിലും വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും. മാം, ഞാൻ ഈ കളർ ടാബ് എനിക്ക് ലൈവ് എപ്പോഴും കയറാൻ പറ്റാറില്ല, അപ്പൊ ഇന്ന് അവധി കാരണം വന്നതാ. ഞാനത് ചെയ്തൊന്ന് കാണിക്കട്ടെ. കാണാവോ? ഇത് കറക്റ്റ് ആണോ? പിന്നെ ഫ്രെയിം പോലെയുള്ളത് അതിനൊരു ഫ്രെയിം പോലെ വെച്ചിരിക്കുന്നതിന്റെ അടിയിലായിട്ടുണ്ടല്ലേ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക്. ഇത് കുറച്ചായുള്ളൂ ഈ ഷേപ്സിന്റെ ചെയ്തിട്ടുള്ളൂ, ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ഒത്തിരി സ്പെൻഡ് ചെയ്യാനൊന്നും പറയുന്നില്ല, പക്ഷെ ശരിക്കും ഇത്രയൊന്നും അല്ല ആക്ടിവിറ്റീസ്. ഞാനൊക്കെ എൻ്റെ ഒരു വലിയൊരു ട്രാവലിംഗ് ബാഗിലായിരുന്നു നിറച്ചത്. കുറെയൊക്കെ കളഞ്ഞു എന്ന് തന്നെ പറയാം. വേണ്ടി വരുന്നൊന്നും പ്രത്യേകിച്ച് കുറെ ഇങ്ങനെ അങ്ങ് ചാർട്ട് പേപ്പറൊക്കെ കുറെയൊക്കെ അങ്ങ് ഫെയ്ഡ് ആയിപ്പോയി. കുറേ ചാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 50ഓളം ചാർട്ട് വർക്ക് ചെയ്തത്. അത് കുറേ ഉണ്ടായിരുന്നു ചാർട്ട് വർക്ക് ചെയ്ത് നമുക്കങ്ങ് ഭയം, നമുക്കങ്ങ് മടുത്തു പോകുന്ന പോലെ ദിവസവും ചാർട്ടിന്റെ വർക്കായിരുന്നു. നമ്മൾ ആവശ്യത്തിനുള്ള ചാർട്ട് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഏൺ ചെയ്ത് തുടങ്ങുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് എടുക്കേണ്ട ടോപ്പിക്സിനനുസരിച്ച് ചാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ ചെയ്തോളൂ. അതിന് പറ്റുന്ന ഒരു ബേസ് നമ്മൾ ഇവിടുന്ന് തന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ വൈൽഡ് അനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങളൊരു ചാർട്ട് എന്തായാലും ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തം കാലിലായി നമുക്കൊരു ഏണിംഗ് ഉണ്ട്, അപ്പൊ സ്പെൻഡ് ചെയ്യാം. അല്ലാതെ വരുമ്പോ നമ്മൾ ആരോടെങ്കിലും ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ജോലി ഇല്ലെങ്കിൽ. മാക്സിമം അത് കുറയ്ക്കാവുന്ന രീതിയിൽ. എന്നാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഒട്ടും നമ്മുടെ കോഴ്സിന്റെ കുറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് കാര്യം. യെസ്, നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുമല്ലോ, ടീച്ചിങ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു വല്ല പോർഷൻസ് ഒന്നും തരാതെ നമ്മളായിട്ട് ഫസ്റ്റ് കയറുമ്പോൾ എന്താണ് അന്ന് പഠിപ്പിക്കേണ്ടത്? മീൻസ് ആൽഫബറ്റ്സിൽ തുടങ്ങണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയം അങ്ങനെ റൈം വല്ലതും മിസ്സൊക്കെ എടുത്തപ്പോ എന്തായിരുന്നു? ഞാൻ ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലാണ് പോയത്. അവിടെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലില്ലല്ലോ. അവിടെ കുട്ടികൾ പ്യുവർ മോണ്ടിസോറി സ്കൂളായിരുന്നു. കാരണം ഞങ്ങളുടെ ഡയറക്ടർസ് മാം ഒരു ചൈനക്കാരിയായിരുന്നു.
നമ്മുടെ നാട്ടിലെ ഒരു സാറിനെ മാരേജ് ചെയ്തു എന്നേ ഉള്ളൂ. സാറാണ് ഡയറക്ടർ. സാറ് മലയാളിയാ, പക്ഷെ മാം ചൈനക്കാരിയായിരുന്നു. മാമിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു മോണ്ടിസോറി മെത്തേഡ് തന്നെ അവിടെ ഫോളോ ചെയ്യായിരുന്നു. അങ്ങനെ ഫുൾ ഒബ്സർവേഷൻ തന്നെയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയ കാര്യത്തിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ മറ്റു കുട്ടികൾ പോയതിന് ഞാൻ പറയാം. നമ്മളോട് അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഡെഫിനറ്റ്ലി ഒന്ന് ചോദിക്കണം. കാരണം സ്കൂള് തുറന്നിട്ട് ഇത്രയും നാളായി, ആൽഫബറ്റ്സ് നമ്പേഴ്സ് ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അവരോട് എവിടം വരെയായി പോർഷൻ എന്നൊന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ മിസ്. മാം അതുപോലെ ഈ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കൂലേ, ഈ ഫ്ലെമിംഗോനെയൊക്കെ കൈ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് അത് പേപ്പറിൽ അതൊക്കെ ചെയ്യിക്കാൻ പറ്റും അല്ലേ കുട്ടികൾക്ക്? ചെയ്യിക്കാം, വെജിറ്റബിൾ ഡൈയിങ് ചെയ്യിക്കാം, ഫിംഗർ പെയിന്റിങ് ചെയ്യിക്കാം, അതൊക്കെ ചെയ്യാം. കാരണം ഇവരുടെ കൈ നല്ല പോലെ ആക്റ്റീവ് ആകണം. ഈവൻ LKG ചേർത്തു എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും എഴുതൊന്നുമില്ല. അമ്മമാരും ടീച്ചർമാരും പറയില്ല ഇവന് മടിയാണ് എഴുതാൻ, പക്ഷെ ആക്ച്വലി കുട്ടിക്ക് കൈ പറ്റുന്നില്ല, കൈ പ്രാക്ടീസ് ആയിട്ടില്ല. അപ്പൊ അതിനുള്ള ആക്ടിവിറ്റീസ് നമ്മളുടെ അങ്ങനെ എഴുതാത്ത കുട്ടികളെ സാൻഡ് പേപ്പർ കൊടുത്താലും മതി. സാൻഡ് പേപ്പർ കൊടുക്കുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ അതിൽ നിന്നൊരു ട്രിഗറിങ്, ഒരു സ്റ്റിമുലേഷൻ കിട്ടും. റഫ് ആണല്ലോ, അത് അവരുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഇമേജ് അവരുടെ ബ്രെയിനിൽ വരും, പിന്നെ അവർ എഴുതാൻ തുടങ്ങും. അത് എല്ലാ ടീച്ചിങ് പ്രാക്ടീസിലും നമ്മുടെ കുട്ടികൾ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു റിസൾട്ടാണ്. അത് കാരണം എല്ലാരും പറയും, കാര്യം അത് ചെയ്യാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി, ദേഷ്യമൊക്കെ തോന്നിയെന്നൊക്കെ എന്നോട് വൈവേലി പറഞ്ഞ കുട്ടിയുണ്ട്. അത് പറയുകയും ചെയ്തു. പക്ഷെ അതിന് ഇത്ര റിസൾട്ട് കിട്ടിയപ്പോ വളരെ സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ചോദിക്കും ഈ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാന്ന് ചോദിക്കുമ്പോ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യമൊക്കെ തോന്നിയത്, കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ സാൻഡ് പേപ്പർ, സാധാരണ പേപ്പർ പോലെ കട്ടാവൂലല്ലോ. അപ്പൊ അത് ദേഷ്യമൊക്കെ വന്നു. എന്നാലും ചെയ്യേണ്ടത് കൊണ്ട് അങ്ങ് ചെയ്തു. അങ്ങനെ കൊടുത്ത് കുട്ടികളിൽ ആ റിസൾട്ട് കണ്ടപ്പോ നല്ല സന്തോഷം വന്നു. എഴുതാത്ത പിള്ളേര് വരെ എഴുതി എന്നാണ് പറയുന്നത്. നമ്മളിത് സ്പെഷ്യൽ കുട്ടികൾക്കും ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സ്കൂളിലും. അവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്കുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയാ സ്കൂളിലാ? ഇവിടെ സെന്റ് ജോസഫില്. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുപോകില്ല, കൊണ്ടുപോയാൽ ഫുള്ള് അത് മോശമാവുമല്ലോ, അപ്പൊ അവരെന്നെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഒരു കുറച്ച് ദിവസം എടുക്കുമ്പോഴേക്കും അവരത് പഠിക്കും, മൈൻഡിലേക്ക് അതങ്ങ് ഇതാവും. പെട്ടെന്ന് ആ ഇംപ്രഷൻ കിട്ടും. നമ്മളൊരു 10 പ്രാവശ്യം അവരെ ഇമ്പോസിഷൻ എഴുതിക്കുന്നതിനേക്കാളും അവരൊരു തവണ ട്രേസ് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ അത് പതിയും. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്തോളൂ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ നിങ്ങളും കൂടെ അതിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ നോക്കും, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് അത് ഞങ്ങൾക്ക് തന്നിട്ട് പോകുമോ, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ആണല്ലേ. തന്നിട്ട് പോകുന്ന വെച്ചാൽ നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വൈകിക്ക് വരുമ്പോ അത് എന്നോട് പറഞ്ഞാൽ മതി, കൊടുത്തു, അതിന് പകരം ഒരു പിക്ക് എടുത്ത് വയ്ക്കാം. നമ്മളെല്ലാരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമല്ലോ. കുറെ പേര് കാണിച്ചില്ല, കുറെ പേര് കാണിച്ചു എന്നുള്ള രീതിയിൽ വരണ്ട. കാരണം ഇതായിരുന്നു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളും കൂടെ നിന്നിട്ടുള്ള ഒരു പിക്കാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ സ്കൂളുകളിലൊക്കെ LKG UKG ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഈ ആക്ടിവിറ്റിക്ക് വേറെ ടീച്ചറായിരിക്കും, ക്ലാസ് ടീച്ചർ വേറെ ആയിരിക്കുമല്ലോ. അതെങ്ങനെയാ അപ്പൊ അവര് അതെല്ലാ സ്കൂളിലും അങ്ങനെയാണോ? അങ്ങനെ ഒരു റിസോഴ്സ് പറ്റുന്ന സ്കൂളുകളല്ലേ അങ്ങനെ ചെയ്യുള്ളൂ. ചിലർക്ക് അതിനുള്ള ഫണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് എല്ലാം ഒരു ടീച്ചറൊക്കെ തന്നെയല്ലേ. എല്ലാ സ്കൂളിലും അങ്ങനെ ആയിരിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ടിവിറ്റി ചെയ്യുന്നത് വേറെ ഇതായിരിക്കും, ക്ലാസ് ടീച്ചർ വേറെ ആയിരിക്കും. അപ്പൊ ആക്ടിവിറ്റി മൊത്തം അവരിങ്ങനെ ഇതുപോലെ, അപ്പൊ അവരുടെ അടുത്തുനിന്ന് ഞാൻ ഇതൊക്കെ കണ്ടത്, ഇങ്ങനെ ഈ ഫ്ലെമിംഗോയൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ടീച്ചേഴ്സ് കുറെ. അതുപോലെ ബോട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കും, കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ മെത്തേഡില് അവരെ കളികള് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതൊക്കെ ഫുൾ ടൈം ഫാക്കൽറ്റിയാണ്. അത് എല്ലാ സ്കൂളുകളിലും അതില്ല, ചില സ്കൂളുകളിലേ അതുള്ളൂ. കുറച്ചുകൂടെ ഫണ്ടൊക്കെ ഉള്ള സ്കൂളുകൾ അങ്ങനെ ചെയ്യുമായിരിക്കും. അല്ലാത്തത് എല്ലാ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഈഗോ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ചെയ്യിക്കാലോ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട്. അത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമല്ലോ സ്കൂളിൽ. ക്രാഫ്റ്റ് ഒന്നും ചെയ്യിക്കാനൊന്നും പോകണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒന്ന് ചെയ്യിക്കും.
അല്ലെങ്കിൽ ആ ടീച്ചർ ഇവിടുത്തെ പ്രിൻസിപ്പൾ ആണെങ്കിൽ CBSE സ്കൂളുകളിലൊക്കെ അങ്ങനെ ജോലിക്ക് കയറാൻ പറ്റും അല്ലേ? CBSE സ്കൂളുകളിൽ നമ്മുടെ മോണ്ടിസോറി വെച്ചിട്ട്. പിന്നെ മിക്ക അറിയാവുന്ന മാനേജ്മെന്റ് ഉള്ള CBSE സ്കൂളുകാർക്ക് താല്പര്യമാണ് മോണ്ടിസോറി കഴിഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലും മോണ്ടിസോറി കഴിഞ്ഞാന്ന് പറയുമ്പോൾ അവര് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ പല ബാച്ചിലുള്ളവർക്കും ജോബ് കിട്ടിയതൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ അവര് അവിടെ തന്നെ അബ്സോർബ് ചെയ്യും, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാനൊക്കെ പറയും. അങ്ങനെ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കി സ്കൂളൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നല്ലൊരു പ്രൊഫൈലിലുള്ള നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ അതാണ് കംഫർട്ടബിൾ എങ്കിൽ ആ സ്കൂൾ സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കിയെടുക്കാം. ഓക്കെ, പിന്നെ ഇപ്പോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ, പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അതിന് മുമ്പ് റെക്കോർഡ് പറയുമായിരുന്നില്ലേ? അതെ മാം. അതെ. പാർട്ട് 3 ആരെങ്കിലും എടുത്തു തുടങ്ങിയോ? അപർണ മിസ് എടുത്തു തുടങ്ങി ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, മിസ് അല്ല, അശ്വതി മിസ് അല്ല എടുത്തത്? മിസ് എടുത്തിട്ടുണ്ട്. അശ്വതി അപർണ മിസ് മിസ് പാർട്ട് 3. പാർട്ട് 4. ഓക്കെ. ഇപ്പൊ പാർട്ട് 3 ഞാൻ പൊതുവെ എടുക്കുന്ന ചാപ്റ്റേഴ്സ് 3, 4, 7, 10 ആണ്. അതിൽ 3 ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്. അതായത് ഒരു കുട്ടി തന്നെ ഡെവലപ്പ് ആകുന്നത്. അതിന് എന്തെല്ലാം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ ശരിയായ ഒരു സറൗണ്ടിങ്സും കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡവും പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് കുട്ടി ഡെവലപ്പ് ആകുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കുട്ടി എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, സറൗണ്ടിങ്സിൽ നിന്ന് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ലേൺ ചെയ്യുന്നത്. കാണുന്നത് എന്തോ കാണുന്നതും കേൾക്കുന്നതും തൊട്ട് നോക്കുന്നതും എല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അത് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അത് ഡിസൈൻ ചെയ്യാൻ കാരണം 3 വയസ്സ് വരെ കുട്ടിയുടെ ഓർമ്മ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിരിക്കും. ബോധ മനസ്സല്ല, കോൺഷ്യസ് ആയിട്ടില്ല. അത് കോൺഷ്യസ് ആകുന്നത് ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ്. നമുക്കും ആ ചെറിയ പ്രായത്തിലൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അത്ര ഓർമ്മയുള്ളവർ ഭയങ്കര ഐക്യമുള്ളവരൊക്കെ ആയിരിക്കണം, റയർ കേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും. അത് 3 to 6 ഇയേഴ്സിലെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്മെന്റ് വളരെ പ്രോഗ്രസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം 3 to 6 എടുത്തത്. നമ്മൾ പറഞ്ഞു കിൻഡർ ഗാർട്ടൻ, ഫ്രോബൽ ഡിസൈൻ ചെയ്ത കിൻഡർ ഗാർട്ടനും ഈ ഒരു ഏജിലെ കുട്ടികളായിരുന്നു. പക്ഷെ ഇത് തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. കാരണം രണ്ടും കോമൺ ആയിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യിക്കുന്നു, കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് തന്നെയാണ് ഫ്രോബലും മോണ്ടിസോറിയും പറഞ്ഞത്. പക്ഷേ ഫ്രോബലിന്റെ മെത്തേഡില് ടീച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ കൊടുക്കണം. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതാണ് ഡിഫറൻസ്. കുട്ടി തന്നെ ചൂസ് ചെയ്യുമ്പോൾ കുട്ടി ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കും അത് ചെയ്യുക. കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, പവർ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും. ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോവില്ല, തന്നെത്താനെ ചെയ്യും, ഇൻഡിപെൻഡന്റ് ആകും, പെട്ടെന്ന് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്യും. ചുറ്റും നടക്കണമൊന്നും ആളെ അറിയില്ല. അപ്പൊ അത് കാരണം ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അച്ചടക്കം എന്നുള്ളത് നമ്മള് പേടിപ്പിച്ച് പണിഷ് ചെയ്ത് നിർബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നെ ഡെവലപ്പ് ആകും. സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടി നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ഒബേ ചെയ്യാൻ തുടങ്ങും. ഒബീഡിയൻസും തന്നെ ഉണ്ടാകും. ആക്ടിവിറ്റി ചെയ്യുമല്ലേ, അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം കൊടുക്കുമ്പോൾ അവർക്ക് ഈ മെറ്റീരിയൽസിനോട് വളരെ ഇഷ്ടം തോന്നും. അവരത് നല്ലപോലെ സൂക്ഷിക്കും, അത് നശിപ്പിക്കില്ല. മറ്റു കുട്ടികളോടും അവർക്ക് റെസ്പെക്ട് ഉണ്ടാകും. പിന്നെ ഇവൻ തന്നെ കാര്യം ചെയ്ത് തന്നെത്താൻ അത് സക്സസ് ആകുമ്പോൾ സെൽഫ് റെസ്പെക്ട് ഉണ്ടാകും, ഒരു അഭിമാനമൊക്കെ തോന്നും. ഞാൻ കൊള്ളാലോ എന്നൊക്കെ ഉള്ള ഫീല് ആൾക്ക് വരും. പിന്നെ സറൗണ്ടിങ്സ് ഇഷ്ടമാകും. കാരണം അവൻ ഇങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയർ അല്ലല്ലോ, സറൗണ്ടിങ്സ് ഇഷ്ടമാകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവന്റെ വാല്യൂസ് കൂടും. മോറൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ഇതെല്ലാം കൂടും. എല്ലാത്തിനെയും കെയർ ചെയ്യേണ്ടതും എല്ലാ സറൗണ്ടിങ്സിനെ കെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതാണ് ശരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു 3rd യൂണിറ്റിൽ നമ്മൾ അതൊക്കെയാണ് പറയുന്നത്. കുട്ടികളുടെ ആ സ്റ്റേജസ് ഓഫ് ഗ്രോത്തും പിന്നെ അവര് ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് പോകാനുള്ളവരാണ് അല്ലെ.
ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല, സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ആ കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ഈ ചെറുപ്രായത്തില് ഇവർക്ക് ഇങ്ങനെ ഒരു സറൗണ്ടിങ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു പ്രത്യേകത. ഇതൊക്കെയാണ് തേർഡ് യൂണിറ്റിൽ വരുന്നത്. കുറച്ച് അധികമായിട്ടുള്ളത് 7th യൂണിറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത ആ ഒരു ക്ലാസ് റൂം എന്ന് അവർ പറയാനുള്ള എൻവിയോൺമെന്റ് 5 ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ റെക്കോർഡിലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളൊരു മോണ്ടിസോറിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ 5ാമത്തെ ഏരിയ ഉണ്ടാവില്ല. കാരണം അത് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ്. അതായത് അവിടെ ഗാർഡൻ ഉണ്ടാകാം, കുട്ടികൾ ചെടി നടും, മണ്ണിൽ കളിക്കും, വെള്ളത്തിൽ കളിക്കും. അതൊന്നും നമുക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലില്ല, കാരണം അവിടെ കുട്ടികളില്ലല്ലോ. പ്രത്യേകിച്ച് ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കാര്യം വരുന്നില്ല. പിന്നെയുള്ളതെല്ലാം ഫോട്ടോസ് ആണ്. മാപ്പ് ഉണ്ടാകും, ഗ്ലോബ്, അറ്റ്ലസ്, അങ്ങനെയുള്ളത് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറിന്റെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യിക്കാനുള്ള ഒരു സൗകര്യം. സയൻസ് ഏരിയ ആണല്ലോ. മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ടാകും, മൈക്രോസ്കോപ്പ് ഉണ്ടാകും, ലൂപ്പ് മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. ഇതെല്ലാം ഉണ്ടാകും ചെറിയ ചെറിയ. പിന്നെ കുക്ക് ചെയ്യാനുള്ള ഒരു ഓവൻ ഉണ്ടാകും, കുക്കീസ് ഒക്കെ ഉണ്ടാക്കും കുട്ടികൾ തന്നെ, ജ്യൂസ് ഉണ്ടാക്കും, ലൈം കൊണ്ടുള്ള ജ്യൂസ്. അതൊന്നും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടി വരുന്ന സ്കൂളുകളിലെ അതുണ്ടാവുള്ളൂ. ചിലര് ചോദിച്ചു സയൻസ് ആൻഡ് അതർ കൾച്ചർ ഏരിയ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നമുക്കതൊരു ക്ലോക്ക്, അങ്ങനെ പിന്നെ ചെടി നടാനും അതൊക്കെ സ്പ്രൗട്ട് ചെയ്യുന്നതും, പിന്നെ ചില സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടാകും, കുട്ടികൾ പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെ മ്യൂസിക്കൽ ഏരിയ ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. കുട്ടിക്ക് ഇഷ്ടമുള്ളപ്പോ പോയി ട്രംപറ്റ്സ് ഉണ്ടാകും, ജാസ് ഉണ്ടാകും, സാക്സോഫോൺ. പിന്നെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ തട്ടി ഒരു പ്രത്യേക പല ലെവലില് വെള്ളം കൊടുത്തിട്ട് അതിന്റെ പേര് എന്താന്ന് മറന്നുപോയി, തട്ടുമ്പോ ഒരു മ്യൂസിക് വരില്ലേ, അതൊക്കെ അവർ ചെയ്യും. അങ്ങനെയാണ് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. ഇങ്ങനെ 5 ഏരിയ, വലിയ ഹോളാണ്. ഓരോ ഏരിയനെയും സെപ്പറേറ്റ് ചെയ്ത് ക്യൂബിക്കിളോ ഡോറോ ഒന്നുമില്ല. ഇങ്ങനെ ഒറ്റ ഹാളില് പല പല ഏരിയ ആയിട്ട് തിരിച്ചേക്കുവാണ്. ഓരോ ഏരിയയിലെ മെറ്റീരിയൽസ് ഓപ്പൺ ഷെൽഫില് കുട്ടികൾക്ക് എത്താവുന്ന ആ ഒരു സൈസിലായിരിക്കും ഷെൽഫ്. എല്ലാം ചൈൽഡ് സൈസ്ഡ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇരിക്കുന്നത്. നല്ലൊരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പാർട്ട് 1 പാർട്ട് 2 നമ്മൾ റീഡ് ചെയ്ത് അങ്ങനെ പോയി. പക്ഷെ ഇവിടെ നമ്മൾക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. ചില ടോപ്പിക്സ് ഒക്കെ ഞാൻ നേരത്തെ പ്രീവിയസ് ക്ലാസ്സിൽ പറയും, നിങ്ങൾക്ക് പിറ്റേ ക്ലാസ്സിൽ വന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. പാർട്ട് 3 അങ്ങനെയാണ് പോകുന്നത്. പാർട്ട് 4 ഞാൻ എടുത്തിട്ടില്ല, പാർട്ട് 3 ആണ് ഞാൻ എടുക്കാറ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കാവോന്നറിയില്ല. ഈ സാധാരണ മോണ്ടിസോറി സ്കൂൾ ഇപ്പൊ ടൈം കിഡ്സ് അതെല്ലാം മോണ്ടിസോറി അല്ലേ? അവിടെയൊക്കെ ശരിക്കും കിൻഡർ ഗാർഡൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഒക്കെ എങ്ങനെയായിരിക്കും അവരുടെയൊക്കെ? നമ്മുടെ ഒരു ബാച്ചിലെ കുട്ടിക്ക് 12,000 ആയിരുന്നു സ്റ്റാർട്ടിങ് കിട്ടിയത്. പിന്നെ അത് കാക്കനാട് പള്ളിക്കര ആ ഏരിയയിലായിരുന്നു കേട്ടോ. ഇൻഫോ പാർക്കിന്റെ അടുത്ത് ഇതുപോലെ ടൈം കിഡ്സിലായിരുന്നു അത്. പിന്നെ വേറൊരു കുട്ടിക്ക് ആലുവയില് ഒരു സ്ഥലത്ത് ജോബ് അതിന് കിട്ടിയത് 18,000 ആയിരുന്നു. നല്ലൊരു സ്കൂളാണ്. അത് മാത്രല്ല അവർക്ക് PF ഒക്കെ ഉണ്ട്. ഭയങ്കര നമുക്കത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ തൃപ്രയാറ് ഈ യൂസുഫ് അലിയുടെ ഒരു സ്കൂളുണ്ട്, ലേബർ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അത് +2 വരെയുള്ള സ്കൂളാണ്. അവിടെ KGയിലെ ഒരു കുട്ടിക്ക് കിട്ടിയത് 15 ആയിരുന്നു സ്റ്റാർട്ടിങ്. അപ്പം അന്ന് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരുന്നു ആള്. ഈ വർഷം കഴിഞ്ഞ വർഷം ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരുന്നു. ഈ വർഷം ക്ലാസ് ഇൻചാർജായി പ്രൊമോട്ട് ചെയ്തു അവര്. അപ്പം സാലറി കൂടി. അങ്ങനെ ചില സ്കൂളിലൊക്കെ നല്ല സാലറിയാണ്. പിന്നെ അങ്ങനെ സാധാരണ സ്കൂളൊക്കെ ആകുമ്പോൾ ഒരു 8,000 അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കാം, നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു ദൂരം, നമുക്ക് ജോബ് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി ഒന്ന് എടുക്കും. മിക്കവാറും അങ്ങനെ ഒരു 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ഒരു സാലറി പാക്കേജിൽ ഒരു സ്കൂളിൽ കിട്ടുവാണ്. നമുക്ക് യാത്രാ ചെലവൊന്നും കാര്യമായിട്ടില്ല, ടൈമും അത്ര നമുക്ക് കുറെ ദൂരം ഒന്നും പോകണ്ടെങ്കിൽ
നിങ്ങൾക്ക് കോഴ്സ് ഫീ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു 4 മാസം കൊണ്ടൊക്കെ തന്നെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. കോഴ്സ് ഫീ മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള മറ്റ് എക്സ്പെൻസസും. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുക. ചുമ്മാ പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഷെൽഫിൽ വെക്കുക എന്നുള്ളതല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിയുന്നതേ നമ്മളൊരു ജോബിൽ കയറുക. അപ്പൊ നമുക്കൊരു 3 മാസം കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത്, നമുക്ക് ചിലപ്പോ ഫീസ് തരുന്നത് നമ്മുടെ വീട്ടില് പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. അവരോട് പറയും തിരിച്ചു തരും എന്നുള്ള രീതിയിൽ. അത് ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരായിരിക്കില്ല, എന്നാലും അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മളെ ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ നമ്മളെ ചൂടാക്കിക്കൊണ്ടിരിക്കും. ജോബ് നമ്മൾ എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്യും. വെറുതെ പഠിച്ച് കുറെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇനിയിപ്പം ചിലരുണ്ടാവും ഇത് പഠിച്ചു കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം. നെക്സ്റ്റ് ലെവലിന് ഉദ്ദേശിച്ചത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലര് അത് TTCക്ക് ചിലര് ജോയിൻ ചെയ്തിട്ടുണ്ട്. TTC കഴിഞ്ഞവർ വന്ന് ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. B.Ed കഴിഞ്ഞവർ M.Ed കഴിഞ്ഞവർ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റേ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ അത് കഴിഞ്ഞവർ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞവർ അത് പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾക്കൊന്ന് പ്രോഗ്രസ് ആവാൻ, ഡെവലപ്പ് ആകാൻ ഇനി വേറെ എന്തെങ്കിലും കോഴ്സും കൂടെ ഇതിനൊപ്പം ചെയ്യണമെങ്കിൽ അങ്ങനെയും പോവാം. ചിലര് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് B.Edഉം കൂടെ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയും പോകുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഈ മെത്തേഡ് അറിയുവാണെങ്കിൽ B.Edൽ എനിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പോയവരുണ്ട്. ഇറ്റ്സ് അപ് ടു യു. അതല്ല എനിക്ക് കുറച്ച് നാൾ ജോലി ചെയ്ത് കിട്ടുന്ന ഏണിംഗ് കൊണ്ട് ഞാൻ ഇനി പഠിക്കാൻ പോകണം, എന്ത് തന്നെയാണെങ്കിലും ബ്രേക്ക് ഇല്ലാതെ അങ്ങ് സെറ്റ് ചെയ്യാം. വെറുതെ ഇരിക്കരുത്, ആക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മിസ്, ഒരു ഡൗട്ട് ഉണ്ടേ. നമ്മുടെ ആക്ടിവിറ്റീസിൽ ജോമെട്രിക് ഷേപ്പ് സെപ്പറേറ്റ് ചെയ്യണോ? ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് 2D 3D ഇപ്പം ജിൻസി അല്ലെ കാണിച്ചത്, ടീച്ചറാണോ? ജിൻസി ടീച്ചറാണ് കാണിച്ചത്. അത് ആരും കാണിച്ചു തരും, ഈ ബാച്ചിലായിരുന്നു. ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. രണ്ടെണ്ണം ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, അതുപോലെ 3D ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ 2Dയില് ജോമെട്രിക്കൽ ഷേപ്സ് ചാർട്ടിൽ വരച്ചാലും മതി. ഇപ്പൊ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, അങ്ങനെ ക്യൂബ്, ക്യൂബോയിഡ് അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്ഫിയർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ചാർട്ടിൽ അതിന്റെ 2D എങ്കിലും ഒന്ന് വരയ്ക്കുക. 2 ഡയമെൻഷൻ, സ്ക്വയർ, റെക്ടാങ്കിൾ, അങ്ങനെയൊക്കെ, സർക്കിൾ, സിലിണ്ടർ ഒക്കെ വരയ്ക്കാൻ എളുപ്പമെന്ന് തോന്നുന്നല്ലേ, ഒരു 1 സൈഡ് വ്യൂ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കിൽ ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ചെയ്തതാണല്ലോ. ചെയ്താണോ? ട്രയാങ്കിൾസ് ചെയ്യിച്ചതാ. ചെയ്തത് അത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, പക്ഷെ റെക്കോർഡ് ബുക്കിൽ വരയ്ക്കാനുണ്ട് കേട്ടോ. ഡിഫറെന്റ് സർക്കിൾസ് ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്വയറും റെക്ടാങ്കിളും. നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ്. ഇത് ഓരോരോ ഡ്രോയാണ്. ഒരു ഡ്രോ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ, അടുത്ത ഡ്രോ, അങ്ങനെ ഡ്രോസ് ഉണ്ട്. 6 ഡ്രോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഓരോ ഡ്രോയിലുമുള്ള എന്തൊക്കെ ഷേപ്സ് ആണെന്നുള്ളതാണ്. ഈ ബ്ലൂ കളറിൽ കണ്ടോ? ബ്ലൂ കളറിലുള്ളതിന്റെ മുകളിൽ ഒരു മൊട്ട് പോലെ ഒരു നോബ് പോലെ ഉണ്ട്. അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ വുഡൻ ക്യാബിനറ്റിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾക്ക് മെറ്റീരിയൽ നമ്മളുടെ അവൈലബിൾ അല്ല, പക്ഷേ നമുക്ക് വുഡൻ ജോമെട്രിക്കൽ ഇൻസെക്ട്സ് അവൈലബിൾ ആണ്. സെയിം ഷേപ്സ് ഒക്കെ വരുന്ന വുഡൻ ഇൻസെക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെ ഡ്രോ ആയിട്ടില്ല, 2 സെറ്റ് ആയിട്ട് വുഡൻ ഇൻസെക്ട്സ് ഉണ്ട്. കാരണം ഇത് വാങ്ങിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, അവൈലബിൾ ആയിരുന്നില്ല. 2-3 പ്രാവശ്യം നോക്കി. മറ്റേ വുഡൻ ഇൻസെക്ട്സ് അതിനുണ്ട്. ഇത് വുഡൻ തന്നെയാണ്. അതുപോലെ തന്നെ സെയിം സംഭവം മെറ്റലിലും അവൈലബിൾ ആണ്. ഇനി ഇതിനെ 3ാമത്തെ ഡ്രോയില് ഡിഫറെന്റ് ട്രയാങ്കിൾസ് ഉണ്ട്. അത് ഞാനിവിടെ വരച്ചടച്ചിരിക്കുന്നു. ക്ലിയർ ആകണമെന്ന് അറിയില്ല, കാരണം ഒരു 9 വർഷം മുമ്പുള്ള റെക്കോർഡ് ബുക്കാണ് ഇത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ താഴെ പല ടൈപ്പ് ഷേപ്സ്, അതായത് പെന്റഗൺ, ഹെക്സഗൺ. ഡ്രോയർ 4-ല് നമുക്ക് പല ടൈപ്പ് പോളിഗൺസ് ഉണ്ട്. പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ ഒക്കെ പറഞ്ഞിട്ട് വരയ്ക്കാൻ പറ്റുന്നൊക്കെ ഒന്ന് വരച്ചു വെക്കും.
ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതുന്ന ഓരോ ഡ്രോയിലുള്ള സാധനം വരച്ചതാണ് ലെഫ്റ്റില്. ഞാൻ വേണമെങ്കിൽ ഞാൻ വരച്ചതിന്റെ പിക്ക് ഒന്ന് അയച്ചു തരാം, ഒരു ഐഡിയ കിട്ടുമോ? ഓക്കെ, ഇനി പ്രാക്ടിക്കൽ സെഷൻ പാർട്ട് 3 ആകുമ്പോ പ്രാക്ടിക്കൽ സെഷന്റെ ഡെമോ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഓൺലൈനായിട്ട് കാണിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓൺലൈൻ സെഷൻ കഴിയുമ്പോൾ നേരിട്ട് വന്ന് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. നിർബന്ധമില്ല, വരാൻ പറ്റുന്നവർക്ക് വരാം. കാരണം എല്ലാ സെൻസസ് യൂസ് ചെയ്തുള്ള മെറ്റീരിയൽസ്, അപ്പൊ തൊട്ട് നോക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നിർബന്ധമല്ല, അതുകൊണ്ട് പറയട്ടെ, വരാൻ പറ്റുന്നവർക്ക് വരാം. ഒരു 20 പേരൊക്കെ ഉണ്ടെങ്കിൽ സെഷൻ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 ബാച്ചൊക്കെ ഒരുമിച്ച് വെക്കേണ്ടി വരും. പിന്നെ ഈ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ് മേ ബി ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ വൈവ പാരലൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. എക്സാം കഴിയാൻ നോക്കിയിരിക്കില്ല വൈവ പ്രാക്ടിക്കൽ കഴിഞ്ഞ ഉടനെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് അനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് ഒക്ടോബറിലൊക്കെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ വൈവയ്ക്കുള്ള ചാൻസസ് ഉണ്ട്. വൈവ ടൈമില് നമ്മുടെ റെക്കോർഡ്, മെറ്റീരിയൽസ്, അതർ ആക്ടിവിറ്റീസ്, അസൈൻമെന്റ് എല്ലാം കംപ്ലീറ്റ് ആയാൽ നന്നായിരിക്കും. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് വൈവയിൽ വരുന്നത്. വൈവയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എല്ലാം പെൻഡിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഷെഡ്യൂൾ ചെയ്ത് ചെയ്തോളൂ, ഡിലേ ആക്കണ്ട. ഇപ്പൊ ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിരിക്കും, ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയിരിക്കും വൈവ സ്റ്റാർട്ട് ചെയ്യുക. വൈവയോ അല്ലെങ്കിൽ ഒക്ടോബർ അല്ലാണ്ട് ഇപ്പോ നവംബർ ആയിരിക്കും. കാരണം ഒക്ടോബറിലായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുന്നത്. പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ വൈവ പ്രതീക്ഷിക്കാം. നേരത്തെ അറിയിക്കും, പെട്ടെന്ന് നടത്തുന്നത് നേരത്തെ അറിയിക്കും. നവംബർ 1st മിഡൊക്കെ ആവുമ്പോ പ്രതീക്ഷിക്കും. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് പോയാൽ പോരെ? അങ്ങനെയാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യൂ, നോ പ്രോബ്ലം. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കൽ നിർബന്ധമാണോ അങ്ങനെയാകുമ്പോ? വൈവ സമയത്ത് ഡെമോ ചെയ്യേണ്ടി വരും. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഡെമോ ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടുമോ? കിട്ടും. ഡെമോയിലെ പ്രസന്റേഷൻ അനുസരിച്ച് കേട്ടോ. കാരണം നമ്മളിത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഓൺലൈൻ ആയതുകൊണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് എല്ലാവരും പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ റെഗുലർ കോഴ്സിന് അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലാസ് പിന്നെ ലൈവായിട്ടുള്ള നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 to 15 days ആണ്. ആ 10 to 15 days ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് പോകേണ്ടി വരും. അതിന് എല്ലാവർക്കും പറ്റിയെന്ന് പറ്റില്ല. അങ്ങനെ പറ്റാത്തവരുണ്ടാവും, വർക്ക് ചെയ്യണവരുണ്ട്. അവർ ഓൾറെഡി ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യണവർക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർ ആ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. സെപ്പറേറ്റ് പോകണമെന്നില്ല. അപ്പൊ നമ്മുടെ ഒരു ബാച്ചിൽ +2 ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇടയ്ക്ക് പോയിട്ട് KG സെഷനിൽ പോയിരിക്കും, ടീച്ചിങ് പ്രാക്ടീസ് എന്ന രീതിയിൽ. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. Thank you, Thank you, ma'am. miss. Thank you. Thank you. Thank you, Thank you so much. Thank you, ma'am.